തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായി 8ാം തവണയും മത്സരിക്കാൻ മുല്ലശ്ശേരിയിലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് UDF സ്ഥാനാർത്ഥി ക്ലെമന്റ് ഫ്രാൻസിസാണ് തുടർച്ചയായി 8ാം തവണയും ജനവിധി തേടുന്നത്. 1987 മുതൽ 2025 വരെ മുല്ലശ്ശേരി പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നിന്നും വിജയിച്ച് ദീർഘകാലം ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളിയായയാളാണ് ക്ലെമന്റ് ഫ്രാൻസിസ്. നിലവിൽ മുല്ലശ്ശേരി ബ്ലോക്ക് വെങ്കിടങ്ങ് ഡിവിഷൻ സ്ഥാനാർത്ഥിയാണ്. 7 തവണ മത്സരിച്ചതിൽ 5 തവണയും വിജയിച്ചു. സർക്കാരിന്റെ ജനദ്രോഹ നടപടികൾ വോട്ടായി മാറുമെന്നും ബ്ലോക്ക് പഞ്ചായത്ത് UDF തിരിച്ചുപിടിക്കുമെന്നും ക്ലെമന്റ് പറഞ്ഞു. പ്രിയമുള്ളവരെ, ഞാൻ ഇത് 8ാമത്തെ തിരഞ്ഞെടുപ്പ് മത്സരമാണ് ഗ്രാമപഞ്ചായത്തുകളിലേക്ക്. അതിൽ 7 തവണയും ഞാൻ മത്സരിച്ചത് മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്തിലേക്കാണ്. അതിൽ 5 തവണ ഞാൻ വിജയിക്കുകയും 2 തവണ ഞാൻ തോൽക്കുകയും ചെയ്തു. ഇപ്പോൾ 8ാം തവണ ഞാൻ മത്സരിക്കുമ്പോൾ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ആദ്യമായിട്ട് മത്സരിക്കുകയാണ്. ഇന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥ അനുസരിച്ച് UDFന് അനുകൂലമായ ഒരു തരംഗം ഉള്ളതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ കേരള ഗവൺമെൻറ്റിൻ്റെ ജനവിരുദ്ധമായ നടപടികളിൽ പ്രതിഷേധം അലയടിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു വിജയം എനിക്കുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. LDF സ്ഥാനാർത്ഥിയായി രശ്മി ബൈജുവും BJP സ്ഥാനാർത്ഥിയായി ഷൈജൻ നമ്പനത്തും അങ്കത്തട്ടിലുണ്ട്.